അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര താരം കലാഭവൻ മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത പോലീസ് മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഔട്ട് ഹൗസ് സീൽ ചെയ്തു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി പോൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളും വിവരങ്ങൾ. സൗമ്യ, ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കലാഭവൻ മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുൻപായുള്ള പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ലഭിക്കുന്ന വിവരമനുസരിച്ച് മണിയും കൂട്ടരും സുഹൃത്തുക്കളും അവസാനം കണ്ടുമുട്ടിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസ് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്. DYSP KS സുദർശൻ അടങ്ങുന്ന ഒരു ടീമാണ് പ്രത്യേകമായി ഇത് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോലീസിൻ്റെ കൂടി ഒരു സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോലീസിൻ്റെ കൂടി സാന്നിധ്യത്തിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ കടക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം എടുക്കും പോസ്റ്റ്മോർട്ടം പൂർത്തിയാകാൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതനുസരിച്ചാണെങ്കിൽ 11 മണിയോടുകൂടി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ആദ്യഘട്ടത്തിലുള്ള ഒരു നിഗമനങ്ങൾ പോലീസിനെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാക്കാൽ ധരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അതിൻ്റെ റിപ്പോർട്ടുകൾ, വിശദമായ റിപ്പോർട്ടുകൾ, മറ്റ് പരിശോധനകൾ, രാസപരിശോധന അടക്കമുള്ളവ നടത്തേണ്ടതുണ്ട്. അത്തരം റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് പിന്നീടായിരിക്കും. ഏതാണ്ടും ഇതിന് ശേഷമുള്ള ഒരു പ്രാഥമികമായ ഒരു നിഗമനം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഡോക്ടർമാർ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 11 മണിയോടുകൂടി ഇവിടുന്ന് മൃതദേഹം വിട്ടുകൊടുക്കുന്നു. അതിനുശേഷം 11:30 തന്നെ സംഗീത നാടക അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നു. തുടർന്ന് സ്വദേശമായ ചാലക്കുടിയിലേക്ക് കൊണ്ടുപോകുന്നു. 12:00 ചാലക്കുടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം 12:00 ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വസതിയിലേക്ക് മാറ്റുന്നു. ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് അതിൻ്റെ ക്രിമേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ സംസ്കാര ചടങ്ങുകളടക്കമുള്ളവ, പൊതുദർശനം അടക്കമുള്ളവ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നു. ഇവിടെ PK ബിജു MP എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BD ദേവസി MLA, ചാലക്കുടി MLA എത്തിയിട്ടുണ്ട്. ഇത് മറ്റ് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സിനിമാ രംഗത്തു നിന്ന് ഇടവേള ബാബുവും ഇപ്പോൾ അല്പസമയം മുമ്പ് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ വലിയൊരു നേതാക്കളുടെ ഒരു നിര തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുന്നത് അനുസരിച്ച് ആദ്യത്തെ പൊതുദർശനത്തിന് തൃശ്ശൂർ നഗരമധ്യത്തിൽ തന്നെയാണ് സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് 11:30 മണിയോടുകൂടി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗമ്യ.